ഷുഗർ ഗ്ലൈഡർ മോനെ നൈസ് പണി തന്നോട്ടെ എനിക്ക്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. D4 Devന് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ കുറച്ച് ദിവസമായി പുറത്തേക്ക് പോകണം എന്ന് പറച്ചില്ല. അപ്പോൾ ഇന്ന് മഴയില്ലാത്ത കാരണം ഇന്ന് പുറത്തേക്ക് പോകാമെന്ന് വെച്ചു. ചാവക്കാട് ഫാം വില്ല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടേക്കാട്ടെന്ന് നമ്മൾ പോണത്. എൻ്റെ വീടിൻ്റെ അവിടുത്തെ ചേനം പാടം വഴിയാട്ടാ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നതാണ് ചേനം പാടത്തെ ശിവരാമേട്ട വയറിലായ ചായക്കട. മഴയൊക്കെ കാരണം ഇവിടെ ഫുള്ളായിട്ട് വെള്ളം കയറിക്കാട്ടെ. നമുക്ക് പോകേണ്ട തൃപ്ര റൂട്ട് റോഡ് പണി നടക്കാട്ടാ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഈ റൂട്ട് നമ്മൾ വന്നത്. ഈ റൂട്ടാകുമ്പോൾ അധികം തിരക്കും ഉണ്ടാവില്ല, അത്യാവശ്യം നല്ല റോഡാണ്. പിന്നെ ഈ റൂട്ട് ഫുള്ള് പാടങ്ങളൊക്കെ ആട്ടാ. ഈ ചേനമ്പാടം വഴി അമ്മാടം, മാലപ്പാട്, ചാഴൂര്, മുറ്റിച്ചൂര് വഴി ചാവക്കാട് കിടക്കാട്ടാ. പിന്നെ ഈ വഴിയാകുമ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോവാം. ഇടയ്ക്ക് പുള്ള് പാടത്തേക്ക് ഞങ്ങൾ പോകുമ്പോൾ ഈ വഴിക്ക് തന്നെ പോവാറ്. അത് മാത്രമല്ല താമരപ്പാടം ഷാപ്പിലേക്കും കുണ്ടോളുകടവ് ഷാപ്പിലേക്കും ഇത് കൂടെ തന്നെ പോവാം. പിന്നെ ഈ വഴിക്ക് പോകാൻ ജാതി രസാട്ടാ. നല്ല അടിപൊളി റോഡും രണ്ട് സൈഡ് വെള്ളവും നല്ല കാറ്റും അടിപൊളിയേ. പിന്നെ നല്ല മഴയുള്ള സമയത്ത് ഈ റോഡിലേക്ക് വെള്ളം കയറിട്ടാ. ആ സമയത്ത് ഈ റോഡ് ഇപ്പം നമ്മുടെ റൈറ്റ് സൈഡിൽ കണ്ടാട്ടാ കുണ്ടോളുകടവ് ഷാപ്പ്. പിന്നെ ഷാപ്പിൽ നല്ല തിരക്കുന്നുണ്ട്. കുറച്ച് വണ്ടികളൊക്കെ ഇന്റർപ്രയർ ചാവക്കാട് റൂട്ട് റോഡ് പണി നടക്കാത്ര. അത് കാരണം കൊണ്ട് നമ്മൾ ബീച്ച് റോഡ് കയറ്റി വിട്ടു. റോഡ് സൈഡിൽ നമ്മളൊരു ചായക്കട ഉണ്ട്, ഇപ്പം നിർത്തിയാട്ടാ. നല്ല അടിപൊളി ചായയും കടിയും മാത്രമല്ല സൂപ്പർ ആംബിയൻസും. പിന്നെ തൊട്ട് ബാക്കിൽ കടലാട്ടാ. ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ പോയിരുന്നു. അങ്ങനത്തെ ഇപ്പം നമ്മൾ ബീച്ച് റോഡ് വഴി പോയിക്കൊണ്ടിരിക്കട്ടാ. ഈ വഴി അത്യാവശ്യം തിരക്കുണ്ട് കേട്ടാ. നമ്മൾ പോകേണ്ട സ്ഥലം ഏകദേശം എത്താറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫാം വില്ലയിൽ എത്തിയിട്ടാ. നമ്മളിതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് വന്നത്. നമ്മൾ എല്ലാവരും നല്ല റിവ്യൂ കൊടുത്തിട്ടുള്ളത്. ഈ സ്ഥലം ഇരിക്കുന്നത് തന്നെ ചാവക്കാട് ഒരു ഉള്ളേരിയ അല്ലേ. ഇവിടെ എൻട്രി ഫീസ് പെർ ഹെഡിന് 200 രൂപ കേട്ടാ. 200 രൂപയ്ക്ക് ഈ സ്ഥലം ഒരു നഷ്ടമില്ല. അത് നിങ്ങൾക്ക് ബാക്കി വീഡിയോ കാണുമ്പോൾ മനസ്സിലായിക്കോളും. കയറി വരുമ്പോൾ തന്നെ ഒരു ഒട്ടകത്തിനായിട്ടാ നമുക്ക് കാണാൻ പറ്റുക. ഇതിന് തീറ്റ കൊടുക്കാനുള്ള പ്ലാവിലൊക്കെ നമുക്ക് ആ ചേച്ചി തന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. ഇവിടെ 2 കുതിരകളുണ്ട് കേട്ടോ. അതിന് തിന്നാനുള്ള ക്യാരറ്റ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട് അവർ. പിന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കുളം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. അതിൽ 2 അരയണ്ണുണ്ട്. ഇതിൻ്റെ കഴുത്തുണ്ട് ലെസ് പോലെ കേട്ടോ, നല്ല നീട്ടുണ്ട്. ഈ 2 അരയണ്ണ ഫുൾ ടൈം ഒരുമിച്ചായിരുന്നു കേട്ടോ. ഞങ്ങൾ പോണവരത് ഒരുമിച്ചായിരുന്നു പറഞ്ഞു. ഇവിടുത്തെ ഇരിക്കാനായിട്ടുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കാണാനായിട്ടൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഫുള്ള് പച്ചപ്പാണ്, മാത്രമല്ല ഫുള്ള് നീറ്റുമാണ്. ഇവിടുത്തെ ഒരു കുറേ മീനുകൾ വളർത്തുന്നുണ്ട് കേട്ടോ. ഇതിനൊക്കെ നമുക്ക് തീറ്റയും കൊടുക്കാൻ പറ്റും. നീലുവിന് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടാ. അവൻ്റെ തീറ്റ കൊടുക്കൽ കഴിഞ്ഞിട്ട് വീണ്ടും തീറ്റ കൊടുക്കാൻ കരയായിരുന്നു. മീന് തീറ്റ കൊടുക്കാനായിട്ട് മുമ്പ് നമ്മുടെ കൈയൊക്കെ വാഷ് ചെയ്തിട്ട് വേണ്ട തീറ്റ കൊടുക്കാനായിട്ട്. അവൻ്റെ കരച്ചിൽ കാരണം വീണ്ടും അവനെ കൊണ്ട് തീറ്റ കൊടുപ്പിച്ചിട്ടോ ഞങ്ങൾ. സംഭവം കൊള്ളാട്ടാ, നല്ല രസം ഉണ്ടായിരുന്നു. ഇവിടുത്തെ ആടുകളൊക്കെ വളർത്തുന്നുണ്ട് കേട്ടോ. അവിടുത്തെ കനേഡിയൻ പിഗ്മി കോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ആടുകൾക്ക് കൊടുക്കാനുള്ള ചോളൊക്കെ നമുക്ക് ഒരു നേരത്തെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതേവിടെ സിങ്കോട്ടെന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ ആടിൻ്റെ രോമൊക്കെ ഭയങ്കര നീട്ടാട്ടോ. ഇതുപോലത്തെ സാധനത്തിനൊക്കെ ആദ്യമായിട്ട് കാണാൻ. ഒരുത്തൻ്റെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കാനുള്ള തുർക്കി ഡൊംബാക്കോട്ട് ജാക്ക് ഷീപ്പ് എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. സംഭവം 4 കൊമ്പുണ്ട്. പിന്നെ നമ്മൾ നടന്നു പോണ വഴിയും ഇതിൻ്റെ കൂടൊക്കെ നല്ല വൃത്തിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ അവർ. പിന്നെ ആൾ കഷ്ടമുണ്ട് കേട്ടോ. യൂസ്ഡ് ഫോർ ഗുഡ് ഫൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ കൊമ്പുകൾക്ക് എൻ്റെ പ്രത്യേകത ഉണ്ട് കേട്ടോ. എന്തായാലും വെറൈറ്റി ഉണ്ട്. ഇവിടെ ഒരു കുതിര വണ്ടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അടുത്ത എമ്മു കേട്ടോ. എമ്മുവിന് കൊടുക്കാനുള്ള വിത്തുകളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കഴിക്കുന്ന വീഡിയോ കിട്ടിയില്ല. ഇപ്പം ഭയങ്കര ഓട്ടക്കാരനാ. പിന്നെ ഏറ്റവും വലിയ പക്ഷി 2ാം സ്ഥാനത്താണ് അവൻ. അടുത്തത് പോണി. കുതിരല്ല കേട്ടാ, കുതിരയുടെ പോലത്തെ വേറെ തന്നെ. ഉള്ളിൽ കയറി ചേട്ടാ കഴുകുക. സെബാസ്റ്റപ്പോൾ ഗൂസ് എന്നാട്ടോ അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും എല്ലാവർക്കും ഭയങ്കര ഇണക്കാട്ടാ. പിന്നെ ഇത് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടാ. ഞങ്ങൾ നീലുകൊണ്ട് ഇവിടെ ഇരുത്തി കുറേ നേരം കളിപ്പിച്ചു കേട്ടാ. ലാസ്റ്റ് അവനോടൊന്നും പോരാണ്ടായി. അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കടന്നു കേട്ടോ. ഇത് ഗിനിപ്പന്നികളാണ് കേട്ടോ. സംഭവം മൊയിലിൻ്റെ പോലെ ഉണ്ട്. ടീംസ് ഇതേ ഫുഡ് അടിച്ചോണ്ടിരിക്കുക. റഫ് മൊയിലുകളിലെ ഏറ്റവും ചെറിയ ഇനാന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ. ബംഗാൾ കാറ്റ് ഇവൻ്റെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ലാത്തിക്കൊണ്ടിരിക്കുക. പുള്ളിപ്പുലിയുടെ പണ്ടല്ലേ. എക്സോട്ടിക് ഷോർട്ട് ഹെയർ. പിന്നെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഫുഡ് അടിക്കുക കടിമോ. ആഹാ, ഇതിനെ കാണാനും നല്ല രസമുണ്ട് കേട്ടോ. സ്വിങ്സ് അയച്ചൻ്റെ പന്നെ എന്നെ കാണുമ്പോൾ തന്നെ എന്തോ പോലെ. മേത്താണെങ്കിൽ ഒരു തരിരാമില്ല. ക്യാറ്റ് ലവേഴ്സൊക്കെ മസ്റ്റ് വിസിറ്റ് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ കയറിയിട്ട് ഞങ്ങൾക്ക് തീറ്റ കൊടുക്കാനും പറ്റും, താല് പിടിക്കാനൊക്കെ പറ്റും കേട്ടോ. റെഡ് ഹാൻഡ് ടാമറിൻ തൊട്ടടുത്ത് കടിക്കുന്നത് വെണ്ടക്ക എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. അത് കാരണം അവിടെ നിന്ന് അധികം കളിക്കാൻ നിന്നില്ല ഞാൻ. വല്ലാബി
കങ്കാരികളുടെ വർഗത്തിൽപ്പെട്ട കേട്ടാ. കങ്കാരിയായിട്ടും ചെറുതാണ്. നമ്മൾ നേരത്തെ കണ്ട പൂച്ചകളുടെ ഒക്കെ കൂടുകളാട്ടത്. ഒരു നല്ല വൃത്തിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇനി ജന്തുക്കളുടെ ഭാഗത്തേക്ക് കേട്ടാ പോകും. സംഭവം ഉടുമ്പാന്നുണ്ട് ഇട്ടത്. ഗഡിമോൻ്റെ പേര് ഞാൻ വായിക്കാൻ മറന്നുപോയി. ഇതാണ് കേട്ടാ ഹെഡ്ജ് ഹോഗ്. ഇതിനെ ഞാൻ കയ്യിലെടുത്തിട്ടാ. തീരെ കനം കുറവാട്ടോ അതിന്. മുള്ളമ്പന്നിയുടെ പോലെ തന്നെ. ഇവനാണ് ഷുഗർ ഗ്ലൈഡർ. എനിക്ക് നൈസ് പണിയാന്നേ. അവൻ്റെ കയ്യിലിരുന്ന് മൂത്രമൊഴിച്ചു. ഇത് കയ്യിലുള്ളതേ നമുക്ക് തോന്നില്ല കേട്ടാ. അത്രയും കനം കുറവാ. ആ ചുരുണ്ടുകൂടി എടുക്കുന്നത് പാമ്പാട്ടാ. പാതിരാത്രിക്ക് നടുക്കടല് ചാടാൻ പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ചാടും. പക്ഷെ പാമ്പ് പട്ടി പൂച്ച നടുക്കത്തെ പേടിയാട്ടോ എനിക്ക്. ഈ പാമ്പിനൊക്കെ ഒരു ചെറിയ ചക്ക ഇവിടെ കഴുത്തിലിട്ട് നടക്കുന്നുണ്ടായിരുന്നു പോലെ. ഇതാണ് ഇഗ്വാന. അവിടെ നിൽക്കണ പയ്യൻ നിർബന്ധിച്ച് കാരണം എടുത്താട്ടെ അതിനെ. ഇതിൻ്റെ തൊലിയൊക്കെ ആക്കുമ്പോൾ ഒരു മുരുന്നിരിക്കണേ. പിന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ അതിന്. ഇവിടെ വേറൊരു പാമ്പ്. പിന്നെ എലികൾ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ അവിടെ. പിന്നെ അടുത്ത പാമ്പ്. ഇതിനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആട്ടത്. ദിവസത്തിൽ 20 മണിക്കൂർ ഉറങ്ങണ ജീവി കേട്ടത്. നമ്മൾ നേരത്തെ കയ്യിലെടുത്ത ഇഗ്വാന ഉണ്ടല്ലോ, അതിൻ്റെ കുറേ വെറൈറ്റികളുണ്ട് കേട്ടോ അവിടെ. പിന്നെ ഇവിടെ കുറേ വെറൈറ്റി കോഴികളുണ്ട് കേട്ടോ. ഇത്രയധികം വെറൈറ്റി കോഴികൾ ആദ്യമായിട്ട് കാണാൻ. അങ്ങനെ ഞാൻ തത്തമ്മയുടെ കൂട്ടിൻ്റെ ഉള്ളിൽ കയറാൻ പോകട്ടാ. കൊച്ചു കുട്ടികൾ അതിൻ്റെ ഉള്ളിൽ കയറ്റില്ല കേട്ടാ. ഞാൻ ഈനും കൊണ്ട് കയറണമെന്ന് വിചാരിച്ചാ. പക്ഷെ അവർ കയറ്റില്ലാന്ന് പറഞ്ഞു. തുറക്കട്ടെ ഞാൻ നോക്കിയാണോ? നോക്കിയടാ. ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറണത്. ഒരു പ്രാവശ്യം കൂടി കയറട്ടെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി കയറിക്കോളം പറഞ്ഞിട്ടാ. കുഴപ്പമൊന്നും ഉണ്ടായില്ല. അധികം തിരക്കൊന്നും ഉണ്ടായില്ല ഞങ്ങൾ പോണ സമയത്ത്. പിന്നെ ഇത് ഈ സ്ഥലത്തേക്ക് ഞാൻ മുമ്പ് വരണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഫാമില്ലാന്നുകൊണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് വരണം എന്ന് വിചാരിച്ചിരിക്കണമായിരുന്നു. പിന്നെ മഴയൊക്കെ മാറിയപ്പോഴാണ് വരാൻ പറ്റിയത്. നമ്മുടെ വീട്ടുകാരും കുട്ടികളൊക്കെ ആയിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാട്ടത്. നമ്മുടെ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടാ, വലിയ ആൾക്കാർക്കാണ് കൂടുതലായിട്ട് വരുന്നത് ഇവിടെ. ഇവൻ കുറച്ച് സീനായിരുന്നു കേട്ടാ. മോളിൽ കൂടെ പരുന്ത് പോണെന്ന് പറഞ്ഞിട്ടേ പിന്നെ എന്തായിരുന്നു അവിടെ ഓൾഡറിലൊക്കെ. പിന്നെ അവനെ കൂട്ടിലാക്കി കയറുന്നു. ഞങ്ങൾ വന്നപ്പോഴാണ് പുറത്തേക്ക് ഇറക്കിയവനെ. എൻ്റെ കയ്യിലുള്ള വിത്ത് മുഴുക്കം കൊത്തി വന്നിട്ടവൻ. അതിനുശേഷം എൻ്റെ മോതിരം കൊത്തലാടുന്നവൻ്റെ പണി. പിന്നെ മുകളിൽ പരുന്തുള്ള കാരനെ ചേച്ചി വേഗം അതിൻ്റെ ഉള്ളിലേക്കാക്കിയവനെ. ഈ ഒരു തത്തമ്മ മാത്രമല്ല കേട്ടാ, എൻ്റെ കൂട്ടിൽ വേറെ വൈറ്റ് തത്തമ്മയോടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലത്തെ അതേ വേറെ കുറേ വെറൈറ്റികളുണ്ടായിരുന്നു. എല്ലാത്തിനും കാണാൻ നല്ല ഭംഗിയുണ്ട് എന്തായാലും. പിന്നെ ഇതിൻ്റെ ഉള്ളിലും കൂടിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഫുള്ള് പച്ചപ്പാട്ടാ. ഫുള്ള് ചെടികളും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കാം. വെയിലുള്ള സമയത്ത് ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടേ വെള്ളം സ്പ്രേ ചെയ്യണ ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴേ സമയം പോയത് അറിഞ്ഞില്ല. ഏകദേശം ഞങ്ങൾ 2:30-3 മണി സമയത്താണ് വന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 6 മണി 6:30 ആയി. പിന്നെ ഇവിടേക്കുള്ള പ്രവേശനം കാലത്ത് 10:30 തൊട്ടിട്ട് 7 മണി വരെ കേട്ടോ. ശനി ഞായറും മാത്രം 7:30 വരെ ഉണ്ടാവും. പിന്നെ ഇവിടെ പാർക്കിംഗ് സൗകര്യവും ടോയ്ലറ്റ് സൗകര്യവും ഒക്കെ ഉണ്ട് കേട്ടോ. ഈ സ്ഥലം വരുന്നത് ചാവക്കാട് എടക്കഴിയൂർ. ചാവക്കാട് ബീച്ച്, മറൈൻവേൾഡ് അക്വേറിയം, ഗുരുവായൂർ അമ്പലം ഇതൊക്കെ അതിൻ്റെ അടുത്ത് തന്നെ കേട്ടോ. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷികളെയും മൃഗങ്ങളൊക്കെ എടുക്കാനും ഭക്ഷണം കൊടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടെ ചായ, കാപ്പി, ജ്യൂസ്, സ്നാക്സ് എല്ലാം കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേണം. ഓക്കെ, ബൈ.